നമസ്കാരം. ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ നാം വളർന്ന് വലുതായാൽ ഒരു സത്യം തിരിച്ചറിയുന്നു. പണമുണ്ട് എങ്കിൽ ചില ആഗ്രഹങ്ങൾ, ചില കാര്യങ്ങൾ നടന്നു എന്ന് വരാം. എത്ര വലിയ ആഗ്രഹങ്ങളോ ചെറിയ ആഗ്രഹങ്ങളോ ആയാലും പണത്തിന് പണം തന്നെ വേണം. മറ്റൊന്നിനും പണത്തിനെ റീപ്ലേസ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. ഈ കാരണത്താൽ തന്നെ ഏവരും പണത്തിന് പിന്നാലെ പായുകയും ചെയ്യും. പലരും ജീവിക്കാൻ മറക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ കടം അവ തിരിച്ചു നൽകുവാൻ ആവാത്തതായ അവസ്ഥയിലൂടെ ജീവിതം തകരുന്നവർ അനേകമാണ്. ഈ കാര്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നു ചേരുവാൻ ഒരു താന്ത്രിക വിദ്യയെക്കുറിച്ച് പരാമർശിക്കാം. ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസം ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത് അവരുടെ വിശ്വാസം തന്നെയാകുന്നു. വിശ്വാസമില്ലാതെ ജീവിക്കുന്നവരെ ഭയക്കണം എന്ന് ചാണക്യ ആചാര്യൻ തന്നെ പരാമർശിക്കുന്നതാകുന്നു. ഓരോ കാര്യവും നടന്ന് കിട്ടാൻ അതിൻ്റെതായ സമയം ഉണ്ടാകുന്നതുമാണ്. ഉദാഹരണത്തിന് വീട്, സന്താനഭാഗ്യം, വിവാഹം എന്നിവ എല്ലാം തന്നെ ആ സമയത്താണ് നടക്കുക. ആ യോഗം വരാതെ നാം എന്തെല്ലാം ചെയ്താലും അത് ഫലവത്താകണം എന്നില്ല. എന്നിരുന്നാലും ചില താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. പണം ലക്ഷ്മി ദേവി തന്നെയാകുന്നു. ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ ഉറപ്പായും പെട്ടെന്ന് ഫലം ലഭിക്കുന്നവ അഥവാ വന്ന് ചേരുന്നവയാകുന്നു. എന്നാൽ എല്ലാവർക്കും ഉടനെ പരിഹാരത്തിന് ചിലപ്പോൾ ഫലം ലഭിക്കണം എന്നില്ല. ഇത് അവരുടെ കർമ്മഫലത്താൽ കൂടിയാകുന്നു. കർമ്മഫലം വളരെ മോശമാണ് എങ്കിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുമ്പോൾ നമുക്ക് അല്പം സമയം എടുത്തു എന്ന് വരാം. ഇനി പറയാൻ പോകുന്നത് കുലദേവത അഥവാ കുടുംബദേവത പ്രീതിയാൽ ജീവിതത്തിൽ പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തിയാർന്ന ഒരു താന്ത്രികമാകുന്നു. ഈ പരിഹാരം ചെയ്യുന്നതായ അവസരത്തിൽ നിങ്ങൾ പുലവാലായ്മ നോക്കേണ്ടതായിട്ടില്ല. പണവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യ ഘട്ടമെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാത്ത പക്ഷം നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. അമാവാസി കഴിഞ്ഞാണ് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത്. അമാവാസി എന്നാൽ ചന്ദ്രന്റെ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കാത്തതായ ദിവസം, പിതൃക്കളുടെ സാന്നിധ്യം ഭൂമിയിൽ വർദ്ധിക്കുന്നതായ ദിവസം. ഇങ്ങനെ അനേകം പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ് അമാവാസി. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ 15 ദിവസങ്ങളിൽ ഒരു ദിവസത്തിലാണ് ഈ പരിഹാരം നാം ചെയ്യേണ്ടത്. 15 ദിവസങ്ങളിൽ ഏത് ദിവസവും നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാം. ജൂൺ 5-നായിരുന്നു ഈ മാസത്തിലെ കറുത്തവാവ്. അതിനാൽ ജൂൺ 20 വരെ ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഇനി അടുത്ത കറുത്തവാവ് വരുന്നത് ജൂലൈ 5-നാണ്. ജൂലൈ 5 കഴിഞ്ഞ് ജൂലൈ 20 വരെ ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യുവാൻ ഉത്തമമാകുന്നു. നിങ്ങൾ ഏത് മാസമാണോ ഈ വീഡിയോ കാണുന്നത് ആ മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് നിങ്ങൾ ഈ പരിഹാരം ചെയ്യുവാൻ ശ്രമിക്കുക. ഈ പരിഹാരം ചെയ്യുമ്പോൾ 3 ആഗ്രഹങ്ങളാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്. ഒരേ സമയം 3 ആഗ്രഹങ്ങൾ ചിന്തിക്കുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. 3 ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും വിചാരിക്കാവുന്നതാണ്. എന്നാൽ തെറ്റായ ആഗ്രഹങ്ങൾ വിചാരിക്കുന്നത് ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കുക. പണവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിക്കാം. ഉടനെ നടക്കേണ്ടതായ ആഗ്രഹം മറ്റൊരാഗ്രഹം എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിൽ ഈ ആഗ്രഹങ്ങൾ ചിന്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെയാണ് എങ്കിൽ അത് വേഗം നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. ചില്ല് പാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഗ്ലാസ് ബൗളാണ് ആവശ്യമായിട്ടുള്ളത്. പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മറ്റ് പാത്രങ്ങൾ പാടുള്ളതല്ല. ഗ്ലാസ് ബൗളാണ് എങ്കിൽ തീർച്ചയായും പോസിറ്റീവായ ശക്തി ആകർഷിക്കുവാൻ പ്രത്യേകമായ കഴിവുണ്ട്. അതിനാൽ ഗ്ലാസ് ബൗൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ഇതിനാൽ ചില്ലുപാത്രം തന്നെ ഈ പരിഹാരത്തിന് ഉപയോഗിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കണം എന്നില്ല.
തുടച്ച് വൃത്തിയാക്കിയ ചില്ലുപാത്രമാണ് അനിവാര്യമായിട്ടുള്ളത്. ഉപ്പ് ജലത്തിൽ കഴുകുന്നതും ഏറ്റവും ശുഭകരമാണ്. മറ്റാരും കാണാതെ ഈ പരിഹാരം ചെയ്യണം. അതിനാൽ ഈ പരിഹാരം ചെയ്യുന്നതിന് മുൻപ് അടുത്ത സുഹൃത്തുക്കളോടാണ് എങ്കിൽ പോലും ഈ കാര്യം പറയുവാൻ പാടുള്ളതല്ല. വീട്ടിലുള്ള മറ്റംഗങ്ങൾ കാണുന്നതിൽ തെറ്റില്ല, എന്നാൽ പുറത്തുള്ളവർ കാണുവാൻ പാടുള്ളതല്ല. ഈ പരിഹാരം ആരും കാണാത്ത ഇടത്ത് വയ്ക്കണം എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ആദ്യമായി നാം ചെയ്യേണ്ടത് ചില്ലുപാത്രത്തിൽ ഒരു പിടി കടല ഇടുക എന്ന കാര്യമാകുന്നു. ഒരു കൈപ്പിടി തന്നെ ഇടണം. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. കുലദേവതാ പ്രീതിക്കും ലക്ഷ്മി പ്രീതിക്കും ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. കുടുംബദേവതയെ ആരാധിക്കാതെ പ്രാർത്ഥിക്കാതെ ഏത് കാര്യം നിങ്ങൾ ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ടതായ ശരിയായ വഴിയിലേക്ക്, ഉയർച്ചയിലേക്ക് എത്തണം എന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നതായ കടലയിൽ നിന്നും എടുത്താൽ മതി എന്നതാണ് വാസ്തവം. പുതിയത് വാങ്ങുവാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമം. പണവുമായി ബന്ധപ്പെട്ട ആവശ്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം കടല പാത്രത്തിലേക്ക് ഇടുവാൻ. അതായത് ആദ്യത്തെ ആഗ്രഹം മനസ്സിൽ വിചാരിക്കണം എന്ന് പറയാം. രണ്ടാമത്തേത് പരിപ്പാകുന്നു. ശുക്രപ്രീതിക്കും മുരുകപ്രീതിക്കും ഏറ്റവും ഉത്തമമായ ഒരു വസ്തു അതാണ് തുവരപ്പരിപ്പ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആവശ്യം അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട ആഗ്രഹം മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം ഒരു തുവരപ്പരിപ്പ് ബൗളിൽ ഇടുക. രണ്ടാമത്തെ ആഗ്രഹം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. മൂന്നാമത്തെ വസ്തു പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി. പൂജയിൽ ഉപയോഗിക്കുന്നതായ ഉണക്കലരി ഉപയോഗിക്കാം. ശുക്രപ്രീതി, അതേപോലെ ലക്ഷ്മി പ്രീതി, അന്നപൂർണേശ്വരി എന്നീ ദേവതകളുടെ കടാക്ഷവും നിങ്ങൾക്ക് ഇത്തരത്തിൽ വന്നു ചേരും. അതിനാൽ തന്നെ ഒരു പിടി അരി എടുക്കുക. മൂന്നാമത്തെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ബൗൾ നിറയ്ക്കണം എന്ന കാര്യം ഓർക്കുക. അതായത് ഈ പച്ചരി അഥവാ ഉണക്കലരി ഇട്ട് ആ ബൗൾ നിങ്ങൾ നിറയ്ക്കേണ്ടതാകുന്നു. പുറത്ത് പോകാതെ തന്നെ നിറയ്ക്കണം എന്ന കാര്യവും ഓർക്കുക. ഇനി ആവശ്യമായിട്ടുള്ളത് പേപ്പർ ആകുന്നു. സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിളിലുള്ള പേപ്പർ. പേപ്പറിൽ പണം എത്ര ആവശ്യമാകുന്നുവോ ആ പണം എഴുതി മടക്കി ഈ ബൗളിന് മുകളിലായി നിങ്ങൾ വയ്ക്കണം. ആരും കാണാത്ത രീതിയിൽ വയ്ക്കണം അഥവാ മറച്ചു വയ്ക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അലമാരി വൃത്തിയാക്കി നിങ്ങൾ മുൻപേ വച്ചിരിക്കണം എന്ന കാര്യം ഓർക്കുക. ഉപ്പ് അല്ലെങ്കിൽ പനിനീറിട്ട ജലം കൊണ്ട് അലമാരി തുടയ്ക്കണം. ആ കാര്യവും ഓർക്കുക. ശേഷം അലമാരിയിൽ വടക്ക് ഭാഗത്തായി ഈ ബൗൾ വയ്ക്കണം. താഴെ ഒരു നോട്ട്, അത് 10-ന്റെയോ 20-ന്റെയോ 50-ന്റെയോ 100-ന്റെയോ അങ്ങനെ എത്തരത്തിലുള്ള നോട്ടാണ് എങ്കിലും അത് വച്ചതിന് ശേഷം ഈ ബൗൾ മുകളിലായി വയ്ക്കുക. അതായത് നോട്ടിന് മുകളിലായി തന്നെ ബൗൾ വയ്ക്കുക. ശേഷം പട്ടയുടെ അഥവാ വഴനയിലയുടെ പൗഡർ 3 തവണ മുകളിലായി തൂവണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ധനത്തെ ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് വിശ്വാസം. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ശരിയായ രീതിയിലാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ. എന്നാൽ മാസത്തിൽ ഇവ മാറ്റേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. എപ്രകാരമാണ് മാറ്റേണ്ടത് എന്ന് മനസ്സിലാക്കാം. ധാന്യങ്ങൾ പക്ഷികൾക്ക് അഥവാ പ്രാവുകൾക്ക് നൽകുക. അതല്ല എങ്കിൽ ആരും ചവിട്ടാത്തിടത്ത് കളയുന്നതാണ് ഉത്തമം. എന്നാൽ ആദ്യം പരാമർശിച്ച പ്രാവുകൾക്കോ പക്ഷികൾക്കോ നൽകുന്നതാണ് ഏറ്റവും ശുഭകരം. തുടർച്ചയായി തന്നെ ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ ചെയ്യുന്നതായ അവസരത്തിൽ മുൻപ് വച്ച നോട്ട് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ആ നോട്ട് മാറ്റി വയ്ക്കുവാൻ അഥവാ മാറ്റി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കാര്യം നടന്നതിന് ശേഷം ഈ മാറ്റി വച്ചിരിക്കുന്ന പണം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. 7, 31 അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഫലം ലഭിക്കും എന്ന കാര്യം ഓർക്കുക. ഓരോരുത്തരുടെയും കർമ്മഫലം അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരാം.